പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർട്ടിൽ നിന്നും ഇറങ്ങുന്ന വേദ വീട്ടിലേക്ക് പോവാനായി റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ വേദയെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അവിടെ കുറച്ച് ഗുണ്ടകൾ ഇരിപ്പുണ്ട്. വേദ അവരെ കാണുന്നില്ല. വേദയെ കണ്ടതും ഈ ഗുണ്ടകൾ വാനുമായി വേദയുടെ അടുത്തേക്ക് വരികയാണ്. വേദയുടെ അടുത്തെത്തിയതും അതിൽ വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങി വേദയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് എടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിലേക്ക് ബലമായി തന്നെ പിടിച്ചു കയറ്റി കൊണ്ടുപോവുകയാണ്. എന്നാൽ വീട്ടിലെത്തിയ വിക്രം വേദയോടുള്ള ദേഷ്യം കാരണം വേദയുടെ ഡ്രസ്സ് അടങ്ങിയ ബാഗ് വലിച്ച് ദൂരേക്ക് എറിയുകയാണ്. ഇത് കാണുന്ന ശ്രീജ ഓടി വരുന്നുണ്ട്. എന്താ വിക്രം നീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇനി അവളിവിടെ വേണ്ട, അവളുടെ സാധനങ്ങളും ഇവിടെ വേണ്ട, ഞാനിതെല്ലാം എടുത്ത് റോഡിലേക്ക് എറിയും എന്ന് പറയുന്നുണ്ട്. ബഹളം കേട്ട് മാഷും കമലാമ്മയും എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷ് കമലാമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ കമലം ഇത്? അപ്പോൾ കമലാമ്മ പറയുന്നു, അതെ, അവൻ പറഞ്ഞത് ശരി തന്നെയല്ലേ. അവനെ ജയിലിൽ കയറ്റിയതും അവനെ തൂക്കുകയർ മേടിച്ചു കൊടുക്കാൻ നിന്നതും എല്ലാം അവൾ തന്നെയല്ലേ. അവൾക്ക് അവൻ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ, അങ്ങനെയുള്ളവളെ ഇവിടെ വേണ്ട. അവൾക്കിനി ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല എന്ന് കമലാമ്മ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നു, അതെ കമലം, അവളെ ഇന്നലെ വരെ നീ നെഞ്ചിലേറ്റി നടന്നിരുന്നതാ. അവളെ അമ്മ എന്ന് നെഞ്ചിൽ തട്ടി തന്നെയാണ് നിന്നെ വിളിച്ചിരുന്നത്. അവൾക്ക് നിന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നറിയോ? നീ അതൊന്നും മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. അന്നവൾ വിക്രമിനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ അവളെ സ്വീകരിച്ചു, സ്നേഹിച്ചു. പക്ഷേ ഇങ്ങനെയൊരു ചതി അവൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അവൾക്ക് എൻ്റെ മനസ്സിലും സ്ഥാനമില്ല, ഈ വീട്ടിലും സ്ഥാനമില്ല. ആരും തന്നെ അവളെ ഇവിടെ കയറ്റി പോവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി വേദയെ പുറത്താക്കാനുള്ള ചാൻസ് അങ്ങ് മുതലാക്കുകയാണ്. പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട്, അതെ അമ്മേ, അമ്മ പറഞ്ഞത് തന്നെയാ ശരി. ഇത്രയും നാൾ ഞങ്ങൾ അമ്മയുടെ മരുമക്കളാ, എന്നിട്ട് പോലും ഞങ്ങൾ രണ്ടുപേരും ഈ വീടിന് പറ്റാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും വേദയിനി ഈ വീട്ടിലേക്ക് കയറ്റരുത് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് നന്ദിനി. ഇത് കേട്ട് മാഷ് കമലാമ്മയോടായി പറയുന്നുണ്ട്, അതെ കമലം, നിനക്ക് നിൻ്റെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്. നിൻ്റെ മകനോടുള്ള സ്നേഹം കൊണ്ട് നിനക്കിപ്പോൾ എന്താ ശരി തെറ്റ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്, അതെ അച്ഛാ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ശരി. അവൾ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞല്ലേ ഇവിടെ കയറി വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, എന്നവൾ എന്നെ ജയിലിൽ കയറ്റിയോ, എന്നെ എനിക്ക് തൂക്കുകയർ മേടിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചോ, അന്നവൾ എൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. എനിക്ക് ചെറുതായിട്ടെങ്കിലും അവളോട് സഹതാപമുണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇനി അവൾ എൻ്റെ ജീവിതത്തിലില്ല. അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോട്ടെ എന്ന് പറയുന്നുണ്ട് വിക്രം. അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവൻ തന്നെ പറയുന്നു അവൾ അവൻ്റെ ഭാര്യയല്ലെന്ന്. ഇതിലും വലുതായിട്ട് ഇനി എന്താ വേണ്ടത്? പിന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, അതിനും വേണ്ടി അവൾ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോട്ടെ. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പോയി പണി നോക്കട്ടെ അവൾ, എവിടെയാന്ന് വെച്ചാൽ പോട്ടെ. അവളെൻ്റെ മകൻ്റെ ഭാര്യയുമല്ല, എൻ്റെ മരുമകളുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് കമലാമ്മ. പിന്നീട് കമലാമ്മ വിക്രമിൻ്റെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് വിശ്വത്തോടായി പറയുന്നുണ്ട്, വിശ്വം, ആ ഡപ്പയിൽ ഒരു 500 രൂപ ഇരിക്കുന്നുണ്ട്, നീ അത് എടുത്തുകൊണ്ട് പോയി അവിടെ അപ്പുറത്തെ വീട്ടിൽ നല്ല നാടൻ കോഴിയുണ്ട്, അവിടെ നിന്ന് തന്നെ ആ കോഴി വാങ്ങി ശരിയാക്കി കൊണ്ടുപോവാ. എൻ്റെ മകനെ ജയിലിൽ നിന്നൊക്കെ വന്നതല്ലേ, അവനക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം. അവിടെ അവരൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, എനിക്കറിയാം. അവന് നന്നായി ശരീരമൊക്കെ ഒന്ന് നേരാവട്ടെ, നീ വേഗം മേടിച്ചിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വം ചിക്കൻ മേടിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ചിക്കൻ മേടിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദിനി, ഓ അമ്മ ഇന്ന് ചിക്കനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇന്നത്തെ ഊണ് ഉഷാറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ വെച്ച് നമ്മുടെ വിക്രമിന് കൊടുക്കുന്നുണ്ട്. കമലാമ്മ ചിക്കൻ കുറച്ച് സൂപ്പ് പോലെ വെച്ചിട്ട് നമ്മുടെ വിക്രമിന് കൊടുക്കുന്നുണ്ട്. വിക്രം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അമ്മ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട്, അതെ നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വെച്ചതാ മോനെ, കുറച്ച്
മരുന്നുകളെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് നിനക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറയാട്ടോ. കമലാമ്മ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വിക്രം കമലാമ്മയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വിക്രമിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കണ്ടും അത് അനുഭവിച്ചും വിക്രം അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ വിക്രം സൂപ്പ് കുടിക്കുന്നത് കണ്ടിട്ട് അപ്പുറത്തിരിക്കുന്ന വിനയൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞങ്ങൾക്കും ഇല്ലേ ചിക്കൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നീയല്ലല്ലോ ജയിലിൽ പോയി വന്നത്, എൻ്റെ മോനല്ലേ, അതെ അവനക്കുള്ളതാണ്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ പോയി ഒരു കോഴി വാങ്ങിച്ചിട്ട് വാ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്നായി ചെയ്തു തരാം, വെച്ചുണ്ടാക്കി തരാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അതെ ചേട്ടാ നിങ്ങളൊന്ന് ജയിലിൽ പോയിട്ട് വാ, എന്നാലേ നമുക്ക് ചിക്കൻ കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ വിനയം പറയുന്നുണ്ട്, ആടി നിനക്ക് ചിക്കൻ കഴിക്കാൻ വേണ്ടി ഞാൻ ജയിലിൽ പോകണമല്ലേ, നിനക്കെന്താ പോയാലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി വിനയൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കമലാമ്മ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ചോറും കറിയും എല്ലാം വിളമ്പി നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ വാരിത്തരാം മോനെ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തിനാ അമ്മ, ഞാൻ കഴിച്ചോളാം, അമ്മ ഇങ്ങോട്ട് താ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, അതെ നിനക്കറിയോ, നീ ജയിലിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടു. നീ ചെറുപ്പത്തിലുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനായിരുന്നു. അപ്പോൾ ഞാനോ നിൻ്റെ അച്ചമ്മയോ ഒക്കെയാണ് നിന്നെ പിടിച്ചിരുത്തി ഭക്ഷണം വാരി തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഞാൻ തരുന്ന ഭക്ഷണം നീ കഴിക്കണം, എന്താ കഴിക്കില്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രമിന് ഭയങ്കര സന്തോഷമാവുകയാണ് അമ്മ പറയുന്നത് കേട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിനെന്താ അമ്മേ, അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ വാരിത്താ, ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ്. ഇതിനിടയിൽ നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, അതെ എനിക്കൊരു സംശയം അമ്മേ, ഈ വേദയുണ്ടല്ലോ ഇത്രയും നേരമായിട്ടെന്താ ഇങ്ങോട്ട് വരാത്തേ, അവളിനി പേടിച്ച് നാടെങ്ങാനും വിട്ടോ അമ്മേ, ഇനി ഇങ്ങോട്ട് വരത്തില്ലേ, എല്ലാ സംഭവവും കഴിഞ്ഞ് നമ്മളെങ്ങാനും അവളെന്തോടോ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് അവളെങ്ങാനും നാട് വിട്ട് കാണുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം പെട്ടെന്ന് വേദയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അല്ല ഇതെന്ത് പറ്റി, വേദ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ, പറഞ്ഞതുപോലെ ഇനി അവൾക്കിത് എന്ത് പറ്റി കാണും, അവളെന്നെ പോലെ അങ്ങനെ പേടിച്ചാടുന്ന ആളൊന്നും അല്ല, പിന്നെ അത് അവളെവിടെ പോയി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാലുപുറമൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അമ്മയും മകനുമായുള്ള ഈ സ്നേഹം കണ്ട് നമ്മുടെ മാഷിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ കണ്ട് പിടിക്കാത്ത മട്ടിൽ മാഷ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് നമ്മുടെ വേദയാണ് കാണിക്കുന്നത്. വേദയെ ഒരു ഗോഡൗൺ പോലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഗുണ്ടകൾ പാർപ്പിച്ചിരിക്കുകയാണ്. രണ്ടും പിറകോട്ട് വെച്ച് കെട്ടിയിരിക്കുന്നു. ഗുണ്ടകളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ ആരാണ്, ആരാണ് ഇതിൻ്റെ പിറകിൽ, ഞാൻ നിങ്ങളോട് ആരോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇതിനു മുന്നേ നിങ്ങളെ ആരും ഞാൻ കണ്ടിട്ടുമില്ല, എന്താ കാര്യം, എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗുണ്ടകൾ പറയുന്നത് എന്ത്, കണ്ടോ അവളുടെ ഒരു ധൈര്യം നോക്ക്, എന്താ അവളുടെ സംസാരം, ഒരു പേടിയുണ്ടോ നോക്ക്, ഇവൾ ആരാന്നാ ഇവളുടെ വിചാരം, അതെ നിനക്ക് ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയണോ, ആളെ ഇപ്പോൾ വരും, ഞങ്ങളുടെ മുതലാളി ഇപ്പോൾ വരും എന്ന് പറയാണ്. വീണ്ടും വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുതലാളിയോ, അതാരാണെന്ന് പറയേ എന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും പിന്നെ നിന്നും പറയുന്നുണ്ട്, അതെ അത് ഞാൻ തന്നെയാ, ആ മുതലാളി ഞാൻ തന്നെയാണ്, ഇങ്ങോട്ട് നോക്കടി എന്ന് പറയാണ്. അപ്പോൾ പിറകിൽ നിന്നും ശ്രീനിവാസൻ സാറിൻ്റെ എതിർ പാർട്ടി നേതാവ് അശോകനാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെയാടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നീ എന്താ വിചാരിച്ചത്, ഞാനൊരു പൊട്ടനാണെന്നോ, നീ ചെയ്യുന്നതെല്ലാം വിശ്വസിച്ചിരിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ അശോകനെ കണ്ട് നമ്മുടെ വേദ ഞെട്ടിയിരിക്കുകയാണ്. വേദ ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങളെന്തിനാണ് എന്നെ കെട്ടിയിരിക്കുന്നത്, ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നത് എന്തിനാണ്, ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ബലമായി പിടിച്ചു കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, അതെ നിനക്കറിയാമോ, ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് 10-25 വർഷമായി നിൽക്കുന്നു, ഓരോരുത്തരുടെയും ഉള്ളുകളികളൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, നിൻ്റെ അഭിനയം ഞാൻ കണ്ടുപിടിച്ചു, നിനക്കറിയോ എൻ്റെ കൈകളുണ്ടല്ലോ, ഈ കൈകൾക്കുള്ളിൽ നിറയെ ചോരയാ, കുറേ ചോരകൾ ഈ കൈകളിലുള്ളിൽ പുരണ്ടിട്ടുണ്ട്, പക്ഷെ നിനക്കത് കാണാൻ പറ്റത്തില്ല,
എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിന്നെപ്പോലെ ഒരുപാടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് വേദ ഇതെന്താ ഇയാൾ പറയുന്നതെന്ന് മനസ്സിലാവാണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇയാൾ നല്ല ആളാണെന്നായിരുന്നു നമ്മുടെ വേദയുടെ വിചാരം. പക്ഷേ ഇയാളുടെ തനി സ്വരൂപം ഇങ്ങനെ വേദയ്ക്ക് മനസ്സിലായി തുടങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മകന് വേണ്ടിയുമാണ് എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് കോടതിയിൽ വന്ന് സാക്ഷിമൊഴി കൊടുത്തത്. എന്നിട്ടും നിങ്ങളെന്താ എന്നെ വിശ്വസിക്കാത്തത്? നിങ്ങളെന്തിനാ ഈ ചതി എന്നോട് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, അതെ, കോടതിയിൽ വെച്ചുള്ള നാടകം എനിക്ക് മനസ്സിലായി. നീ വിക്രമിനെതിരായി നിൽക്കുന്നത് പോലെ അഭിനയിക്കുന്നു. നിന്റെ അച്ഛനാണെങ്കിലോ നിനക്കെതിരായി നിൽക്കുന്നത് പോലെ വിക്രമിനെ വക്കീലായി വന്ന് വിക്രമിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ നീയും നിൻ്റെ അച്ഛനും കൂടിയുള്ള ഒത്തുകളിയാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതേടി, നിനക്കറിയാവോ, എൻ്റെ മകൻ തന്നെയാ ഭൂപതിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകുക മാത്രമല്ല, അവനും അവൻ്റെ ഫ്രണ്ട്സ് 5 പേരും ചേർന്ന് അവളെ നശിപ്പിച്ചു. എന്തിനാണെന്നറിയാവോ? വിളിച്ച സ്ഥലത്തേക്ക് അവൾ ചെന്നില്ല. നേരാവണ്ണം ചെന്നിരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവളുടെ ജീവിതം മൊത്തം ഇല്ലാതാക്കി. അവളുടെ കൈകാലുകൾ ഒടിച്ചു, ഇടുപ്പെല്ലൊടിച്ചു, കഴുത്തൊടിച്ചു. ഇനി അവൾക്ക് ജീവിക്കാൻ ഒരു ചാൻസും ഇല്ല. ഇനി അവൾക്ക് മരിക്കുകയാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാട്ടോ. ഒരു ഉളുപ്പുമില്ലാതെയാണ് അശോകൻ ഇങ്ങനെ വിളിച്ച് പറയുന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ വേദ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്.